ദേവദാരക്കുഴമ്പാണ്. ദേവദാരക്കുഴമ്പാണ്. നടുവേദന, മുട്ടുവേദന, ഷോൾഡർ വേദന, കൈകാൽ മരയിപ്പ്, വാദമരയിപ്പ്, ഉപ്പുറ്റി വേദന, നീർക്കെട്ട് സംബന്ധമായിട്ട് വേദന വന്നാൽ ആ വേദനകളെ മാറ്റാൻ വളരെ കഴിവുള്ള കുഴമ്പാണ്. 100% പച്ചമരുന്നാണ്. യാതൊരുവിധ കെമിക്കലോ യാതൊരുവിധ പ്രിസർവേറ്റീവ്സോ യാതൊരുവിധ കളറോ ചേർക്കാൻ തയ്യാറാണ്. ഇതാണ് ദേവദാരം. ഈ കാണുന്നതാണ് ദേവദാരം. ഇതിന്റെ എണ്ണക്ക് ഒരുപാട് പ്രത്യേകതയുണ്ട്. ഒരു മനുഷ്യന്റെ ശരീരത്തിന് വാദസംബന്ധമായ വിഷയങ്ങളെ മാറ്റിയെടുക്കാൻ ഏറ്റവും കഴിവുള്ളൊരു ഔഷധമാണ്. അതായത് ഋഷിവര്യന്മാര് താളിയോല ഗ്രന്ഥങ്ങൾ വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. വാദം, പിത്തം, കഫം, ശമനം, ദേവദാരു, ഘടനസ്തു, വാദരോഗ, ശിരോരോഗ, ദന്തരോഗ, കർണരോഗ വിനാശിക. ദേവദാരത്തിൽ ഒന്ന് മുറുക്കി പിടിച്ചാൽ മതി, വാദം കോപിക്കില്ല. വാദ അന്തകനാണ് ദേവദാരം. ആ ദേവദാരത്തിന്റെ എണ്ണ 50% ചേർത്തുകൊണ്ട് തയ്യാറാക്കുന്ന നല്ലൊരു കുഴമ്പാണ്. കടുകെണ്ണ, ആവണക്കെണ്ണ, വേപ്പെണ്ണ, യൂക്കാലി, പിൽത്തൈലം, മെന്തോള്, കറുകപ്പട്ടയുടെ ഓയിൽ, വെളുത്തുള്ളിയുടെ ഓയിൽ, അങ്ങനെ 8 കൂട്ടം എണ്ണകളും 18 കൂട്ടം പച്ചമരുന്നും ചേർത്ത് തയ്യാറാക്കിയാണ്. ഒരു വേദന വന്നാൽ ആ വേദനകളെ മാറ്റാൻ ഇതാണ് നമുക്ക് ഈ കാണുന്നതാണ് കുഴമ്പ്. വേദനയുള്ള ഭാഗത്ത് മരുന്ന് ഇതേപോലെ തേച്ച് വെക്കുക. ഒരു 10-20 മിനിറ്റ് വെയിറ്റ് ചെയ്യുക. അതിനുശേഷം എല്ലാം കൈകൊണ്ട് താഴേക്ക് തടയി കൊടുക്കുക. ഇനി വിട്ടുമാറാത്ത കഫക്കെട്ട്, ജലദോഷം, മൂക്കടപ്പ്, തൊണ്ടവേനൊക്കെ ഉണ്ടെങ്കിൽ ഒരു 10 തുള്ളി നമ്മുടെ ഉള്ളം കയ്യിലെടുക്കുക. 2 കയ്യിൽ കൂട്ടി തിരുമ്പിയിട്ട് നെറ്റിക്ക് തടവിയിട്ട് അതേ കൈ നമ്മുടെ മൂക്കിനടുത്ത് ഇങ്ങനെ കൂട്ടിപ്പിടിച്ചിട്ട് മൂക്കിലേക്ക് ശ്വാസം വലിക്കും. എത്ര വിട്ടുമാറാത്ത കഫക്കെട്ടും ജലദോഷവും മൂക്കടപ്പും തൊണ്ടവേനയും മാറ്റിയെടുക്കാൻ പറ്റും. ശ്വാസം വലിക്കാനും തുറക്കാനൊക്കെ നല്ല സുഖം ഉണ്ടാകും. നല്ല ഉറക്കം പ്രധാനിച്ച് തലയുടെ നീർക്കെട്ട് മാറിക്കിട്ടും, തലവേദന മാറിക്കിട്ടും. അതേപോലെ നമ്മുടെ ശരീരത്തിനകത്ത് 2 മുട്ടുകാലും മടക്കിയിട്ട് ഒന്ന് ഇരുന്ന് എഴുന്നേക്കാൻ പറ്റാത്തവരുണ്ടെങ്കിൽ ആ വേദനയ്ക്ക് വേണ്ടി ഇവിടെ വെച്ച് ഒന്ന് തടവിയിട്ട് ആ ശരീരത്തിലുണ്ടാകുന്ന വേദനക്കുള്ള മാറ്റം, ഗുണം അറിഞ്ഞു പോകും. ഒരു നാച്ചുറലാണ് മരുന്ന്.